നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ലാലങ്ങുകൾ എന്നാൽ എന്ത്? കണ്ടോ, നല്ല അടിപൊളി ചോദ്യങ്ങളാണ്. കാണാൻ തീരെ സാധ്യതയില്ല. സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ പിന്നെ പഠിച്ചാൽ ശരിയാവത്തില്ലല്ലോ. നമുക്ക് ഇടയ്ക്ക് ഒന്ന് വെറൈറ്റി പിടിക്കാം. നിങ്ങൾ പഠിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത നമ്മുടെ പുതിയ SCRT നിന്നുള്ള 10 പുതിയ ചോദ്യങ്ങൾ ആണ് നമ്മൾ ഇന്നിവിടെ വർക്ക് ചെയ്യുന്നത്. അതിൽ ഒരു 5 ശരിയാക്കാൻ പറ്റുമോ നിങ്ങൾ നോക്ക്. വെറുതെ കാണ്. ഒരു 5 ശരിയാക്കാൻ പറ്റുമോ എന്തായാലും ഒന്ന് നോക്ക്. 5 ഓക്കെ ആയെങ്കിൽ, ശരിയായെങ്കിൽ കമൻറ്റിൽ ഓൾ സെറ്റ് എന്നൊന്നിട്ടേക്കെ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലയെന്ന് ഞാൻ പറയാൻ കാര്യം പുതിയ SCRT ആയതുകൊണ്ടാണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. സെൽവാസ് എന്നാൽ എന്ത്? സെൽവാസ് നല്ലൊരു പേരല്ലേ, സെൽവാസ്. രസമുണ്ട് പറയാൻ. സെൽവാസ് എന്നാൽ എന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ആമസോൺ വനത്തിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ, ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകൾ, ആമസോൺ മേഖലയിലെ പുൽമേടുകൾ, ആമസോൺ വനത്തിൽ കാണപ്പെടുന്ന ഉരകജീവികൾ. എന്താണ് സെൽവാസ്, അല്ലെങ്കിൽ ആരാണ് സെൽവാസ്? ഇതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകൾ, ഓപ്ഷൻ ബി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെയാണ് കേട്ടോ, ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽവാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ്, ഏത് പാഠമാണ്, ഇതൊക്കെ സാർ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയം ഉള്ളവർക്കായിട്ട് ഒരു കാര്യം ഒന്ന് പറയാം. SCRT ക്ലാസ് 10 പുതിയ SCRT ആണേ. 3ാമത്തെ ചാപ്റ്റർ മഴക്കാടുകളിൽ നിന്ന് മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതായത് ഒരു വ്യക്തി ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ വനസമ്പത്തിലും ജൈവ വൈവിധ്യത്തിലുമൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ കാണപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തുന്നതാണ് ഈ ഒരു പാഠം. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് അയാൾ മഴക്കാടുകൾ കാണപ്പെട്ടു. ഭൂമധ്യരേഖാ പ്രദേശത്ത് ധ്രുവങ്ങളിലേക്ക് പോയപ്പോൾ പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള, ഫ്രോസ്റ്റ് ആയിട്ടുള്ള ആർട്ടിക് ടൻഡ്ര മേഖലകൾ അദ്ദേഹം കാണുന്നു. അപ്പോൾ അവിടെയുള്ള സസ്യജാലങ്ങളുടെ വിവരങ്ങൾ, അവിടെയുള്ള ജന്തു വൈവിധ്യങ്ങളുടെ വിവരങ്ങൾ, അവിടുത്തെ കാലാവസ്ഥയുടെ വിവരങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു പാഠത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ട് ഉണ്ടായിരുന്നത്. ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻട്രി ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക. യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്തിട്ട് ഇതുണ്ടോ, ബിബിൻ സാർ സ്പെഷ്യൽ SCRT സീരീസ് എന്ന് പറഞ്ഞൊരു ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ അങ്ങനെ ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള SCRT പുതിയ ചാപ്റ്റേഴ്സ്, അതായത് പുതിയ SCRT ചാപ്റ്റേഴ്സ് എല്ലാം അതിനകത്ത് നിങ്ങൾക്ക് കാണാം. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞ് ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് കാണാം. നിങ്ങളത് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതിയാവും. ഓക്കെ അല്ലേ? 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഭൂമധ്യരേഖാ കാലാവസ്ഥയുടെ പ്രത്യേകത അല്ലാത്തത് എന്ത്? ഭൂമധ്യരേഖാ കാലാവസ്ഥയുടെ പ്രത്യേകത അല്ലാത്തത് എന്ത്? ഇങ്ങനത്തെ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ പ്രത്യേകത ആയത് ഏത് എന്ന് വിചാരിച്ച് ആൻസർ ചെയ്തോളെ. വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് പ്രത്യേകത അല്ലാത്തത് ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ കണ്ടു വർഷം മുഴുവൻ കനത്ത മഴ, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ കറപ്പിച്ചു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് അല്ലാത്തത് ഏതാണ് ചോദിച്ചേക്കുന്നത്. നോക്ക്, ഈ പാഠം തുടങ്ങുന്നത് തന്നെ ഭൂമധ്യരേഖാ കാലാവസ്ഥയിൽ നിന്നുള്ള യാത്രയാണ്. അയാൾ ഭൂമധ്യരേഖാ കാലാവസ്ഥയുടെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ പാഠം രചിച്ചവർ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. നോക്കി, എന്തൊക്കെയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥയുടെ പ്രത്യേകത? എന്താണ് ഭൂമധ്യരേഖയുടെ ഒരു 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി അക്ഷാംശത്തെയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. എന്താണ് ഈ മേഖലയുടെ പ്രത്യേകത? ഭൂമധ്യരേഖയിൽ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന പ്രദേശമാണ്. ഒന്ന് പറഞ്ഞേ, പറ. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖാ പ്രദേശം. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖയോട് അടുത്ത് കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്താണ്, വർഷം മുഴുവൻ നല്ല ചൂടാണ്. ഓക്കെ, നല്ല രീതിയിൽ ബാഷ്പീകരണം അവിടെ നടക്കുന്നുണ്ട്. ഇവാപ്പറേഷൻ, ബാഷ്പീകരണം അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന ഒരു പ്രതിഭാസവും നടക്കും. അതെന്താ പറഞ്ഞത്? സംവഹനം. അതായത് ചൂടുവായു വികസിച്ച് കഴിയുമ്പോൾ, അതായത് വായു ചൂടേക്കുമ്പോൾ വികസിക്കുമല്ലോ, വികസിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറഞ്ഞ് ഇത് മുകളിലേക്ക് ഉയരുന്ന പ്രവൃത്തി വിളിക്കുന്ന പേരാണ് സംവഹനം. സമ്മാന പ്രവാഹം അല്ലെങ്കിൽ സമ്മാന പ്രവൃത്തി കൂടുതലായിട്ട് നടക്കുന്ന ഒരു മേഖലയാണ് ഭൂമധ്യരേഖാ പ്രദേശം. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഇത് കണ്ടോ, ഈ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടും തെക്കോട്ടുമുള്ള ഒരു 5 ഡിഗ്രി വരെയൊക്കെയുള്ള സ്ഥലത്തെ, അതായത് സംവഹനം കൂടുതലുള്ള ഈ മേഖലയെ നമുക്ക് ഡോൾഡ്രംസ് അല്ലെങ്കിൽ നിർവാത മേഖല എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഡോൾഡ്രംസ്. കണ്ടോ, നല്ലൊരു പേരല്ലേ, ഡോൾഡ്രംസ്. ഭൂമധ്യരേഖയോട് അടുത്തുള്ള ആ ഒരു വടക്കും തെക്കുമായിട്ടുള്ള മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രംസ് അല്ലെങ്കിൽ നിർവാത മേഖല. ഇവിടെ വായുവിൻ്റെ തിരശ്ചീന ചലനത്തേക്കാൾ കൂടുതൽ ലംബചലനമാണ് കൂടുതൽ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ലംബചലനം നടക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്നത്? നോക്കിയേ, ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലോട്ട് ഉയരുന്നു. ഇത് ഭൂമധ്യരേഖാ പ്രദേശമാണ്. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നുകൂടെ വിളിക്കാറുണ്ട് കേട്ടോ ഈ ഭൂമധ്യരേഖ മേഖലയെ. ITCZ കേട്ടോ, ITCZ അല്ലെങ്കിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നുകൂടി വിളിക്കാറുണ്ട് ആ മേഖല.
കാരണം ഇവിടെ ട്രേഡ് വിൻഡുകൾ കൂടിച്ചേരുന്ന മേഖല ആയതുകൊണ്ടാണ്. ഉണ്ടോ ഇങ്ങനത്തെ വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു കാറ്റുകൾ ഇവിടെ ഒന്ന് കൂടിച്ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് ITCZ എന്ന് ഈ ഭൂമധ്യരേഖാ പ്രദേശത്തെ വിളിക്കുന്നത്. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് ഒരു 5 ഡിഗ്രി വരെയുള്ള പ്രദേശം ഡോൾഡ്രംസ് നിർവാത മേഖല, ഭൂമധ്യരേഖാ പ്രദേശത്തെ ITCZ എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഇവിടെ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്ന കാറ്റ് കൂടിച്ചേരുന്നുണ്ട്. ചൂട് പിടിച്ച വായു നേരെ മുകളിലേക്ക് ഉയരുന്നുണ്ട്. ചൂട് പിടിച്ച വായു മുകളിലേക്ക് വരുമ്പോൾ ഈ വായുവിൽ നിറഞ്ഞിരിക്കുന്ന നീരാവി മുകളിലെത്തി തണുക്കും. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുമ്പോൾ വായുവിൽ നിറഞ്ഞിരിക്കുന്ന നീരാവി മുകളിലേക്ക് തണുക്കും. നീരാവി തണുത്ത് രൂപപ്പെടുന്ന ഘനീകരണ രൂപത്തെയാണ് മേഘം എന്ന് വിളിക്കുന്നത്, ക്ലൗഡ് അല്ലേ. ഈ മേഘത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ മേഘത്തിൽ നിന്ന് ക്യുമുലോ നിംബസ് പോലെയുള്ള മേഘം, ഇവിടെ ഒരു മേഘം രൂപപ്പെട്ടത് കണ്ടോ? ക്യുമുലോ നിംബസ് പോലെയുള്ള മേഘങ്ങളാണ് രൂപം കൊള്ളുന്നത്. ക്യുമുലോ നിംബസ് അതായത് ഇടിമേഘങ്ങൾ, മഴമേഘങ്ങളാണ് ഇവരൊക്കെ. ഇവരിൽ നിന്ന് നമുക്ക് ധാരാളം മഴ ലഭിക്കും. അതുകൊണ്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഭൂമധ്യരേഖാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്തായിരിക്കും ഉള്ളത്? കൂടുതൽ മഴക്കാടുകൾ അല്ലേ, അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങൾ. ഭൂമധ്യരേഖാ വനങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത് മഴക്കാടുകളെയാണ്, നിത്യഹരിത വനങ്ങളെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് അല്ലേ. അതിൻ്റെ പ്രത്യേകത അല്ലാത്തത് എന്തെന്നാണ് ഇവിടെ ചോദ്യകർത്താവ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത അല്ലാത്തത് എന്ത്? വർഷം മുഴുവൻ ഇവിടെ കനത്ത മഴ ലഭിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഇത് നമ്മുടെ ഉത്തരമല്ല. വർഷം മുഴുവൻ ഇവിടെ കനത്ത മഴ ലഭിക്കുന്നു. ഏകദേശം വാർഷിക മഴ നോക്കുവാണെങ്കിൽ ഒരു 175 സെൻറ്റിമീറ്റർ മുതൽ ഒരു 250 സെൻറ്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ ഈ ഭൂമധ്യരേഖാ കാലാവസ്ഥയിലെ വാർഷിക മഴയായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പുസ്തകത്തിൽ ഈ ഡേറ്റ തന്നെയാണ് കൊടുത്തേക്കുന്നത്, ഈ ഫിഗറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും ഉയർന്ന ബാഷ്പീകരണവും ഉണ്ട് ഭൂമധ്യരേഖാ കാലാവസ്ഥയിൽ. അതും ശരിയാണ് അല്ലേ. മാസിക ശരാശരി താപനില എടുത്താലും വാർഷിക ശരാശരി താപനില എടുത്താലും ഭൂമധ്യരേഖാ കാലാവസ്ഥയിൽ ഏകദേശം ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില, ശരാശരി താപനില. വാർഷിക ശരാശരി എടുത്താലും മാസിക ശരാശരി, അതായത് ഒരു മാസത്തെ ആവറേജ് എടുത്താലും ഒരു വർഷത്തിൻ്റെ ആവറേജ് എടുത്താലും ഏകദേശം 27 ഡിഗ്രി സെൽഷ്യസ്. ഉയർന്ന തോതിൽ അവിടെ ഇവാപ്പറേഷൻ ഉണ്ട്, ബാഷ്പീകരണമുണ്ട്. ചൂട് പിടിച്ച വായു ശക്തമായിട്ട് വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന സംവഹനം നടക്കുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ എന്ത് കിട്ടാറുണ്ട്? സംവഹന മഴ കിട്ടാറുണ്ട്. അതിനായി സംവഹന വൃഷ്ടി എന്ന് വിളിക്കുന്നത്. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നതിൻ്റെ ഫലമായി ആ വായുവിൽ നിറഞ്ഞിരിക്കുന്ന നീരാവി തണുത്ത് മേഘം ഉണ്ടാവും. ഞാൻ കുറച്ചു മുമ്പ് കാണിച്ചു തന്നില്ലേ? ആ മേഘത്തിൽ നിന്ന് നമുക്ക് 4 മണി കഴിഞ്ഞ് മഴ കിട്ടാറുണ്ട്, വൈകുന്നേരങ്ങളിൽ മഴ കിട്ടാറുണ്ട്. 4 o'clock റെയിൻ അല്ലെങ്കിൽ ഉച്ചലിത വൃഷ്ടി, സംവഹന വൃഷ്ടി എന്നൊക്കെ നമ്മൾ ആ മഴയെ വിളിക്കുന്നു. അപ്പോൾ ഇത് മൂന്നും ഭൂമധ്യരേഖാ കാലാവസ്ഥ പ്രത്യേകത ആയതുകൊണ്ട് തന്നെ 4ാമത്തെ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ അത് പ്രത്യേകതയാണോ? വർഷത്തിൽ ഒരു പ്രത്യേക സമയം വരണ്ട കാലം ഇവിടെ അനുഭവപ്പെടും? ഇല്ല, വരണ്ട കാലം ഇല്ല. ആർക്ക്? ഭൂമധ്യരേഖാ കാലാവസ്ഥയ്ക്ക്. മൺസൂൺ കാലാവസ്ഥയ്ക്ക് വരണ്ട കാലമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഭൂരിഭാഗം പ്രദേശങ്ങൾ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ മൺസൂൺ കഴിയുന്ന ഒരു കാലഘട്ടം, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ മൺസൂൺ അല്ലേ. അത് കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ നമുക്ക് വടക്കിഴക്കൻ മൺസൂണുണ്ട്. ആദ്യം തെക്ക് പടിഞ്ഞാറ് മൺസൂണും പിന്നെ വടക്കിഴക്കൻ മൺസൂണും. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മഴ കിട്ടാത്ത ഒരു കാലം, വരണ്ട ഒരു കാലം എവിടെയുണ്ട്? മൺസൂൺ കാലാവസ്ഥയിലേക്കുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു വരണ്ട കാലം ഇല്ല. ആർക്ക്? ഭൂമധ്യരേഖാ കാലാവസ്ഥയിലുള്ളവർക്ക്. അതുകൊണ്ട് ഇടതൂർന്ന വൃക്ഷനിബിഡമായിട്ടുള്ള വന മേഖലകളാണ്, പ്രത്യേകിച്ച് മഴക്കാടുകളാണ്, നിത്യഹരിത വനങ്ങളാണ് നമുക്ക് ഭൂമധ്യരേഖയിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം അടിപൊളിയല്ലേ? ഈ ഭൂമധ്യരേഖാ കാലാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ചുമ്മാ ഒന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ? അതാണ് ഈ ബ്ലൂ കളറിൽ അവർ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലങ്ങൾ. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഈ ആഫ്രിക്കയിലെ കോങ്കോ ബേസിൻ, ആമസോൺ, സൗത്ത് അമേരിക്കയിൽ, ഇത് സൗത്ത് അമേരിക്ക ആണല്ലോ, സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിൻ, സൗത്ത് അമേരിക്കയിലെ ആമസോൺ തടം. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ കോങ്കോ ബേസിൻ, കോങ്കോ നദിയുടെ തീരത്തുള്ള ആ വനമേഖല, കോങ്കോ തടം, ഇതിൻ്റെ പേര് ആമസോൺ തടം. തെക്കേ അമേരിക്കയിൽ, ബ്രസീലിൽ ആണ് കൂടുതലായിട്ട് ആമസോൺ വ്യാപിച്ച് കിടക്കുന്നത്, ആമസോൺ വനം അല്ലേ. പിന്നെ ഏതെന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്ന മേഖല. അവിടെ ഇന്തോനേഷ്യ വരുന്നുണ്ട്, ഇന്തോനേഷ്യയിലെ മഴക്കാടുകൾ വരുന്നുണ്ട്, ഇന്തോനേഷ്യ. അതുപോലെ തന്നെ മലേഷ്യ, മലൈ പെനിൻസുല എന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. മലൈ പെനിൻസുല, അതായത് മലേഷ്യയൊക്കെ വരുന്ന, മലേഷ്യ എന്ന രാജ്യമൊക്കെ വരുന്ന ആ മേഖല. പിന്നെ ഇവിടെ ന്യൂ ഗിനിയ എന്ന് പറയുന്ന ഒരു ദ്വീപ്, ന്യൂ ഗിനിയ കണ്ടോ, ന്യൂ ഗിനിയ. അതൊക്കെയാണ് ഈ കിഴക്ക് ഭാഗത്ത് വരുന്ന ഭൂമധ്യരേഖാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖലകൾ. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഓർക്കാൻ പറ്റുന്നുണ്ടോ? ആമസോൺ അല്ലേ, സൗത്ത് അമേരിക്കയിലെ ആമസോൺ തടം, ആഫ്രിക്കയിലെ കോങ്കോ തടം. അതുപോലെ തന്നെ ഈസ്റ്റ് ഇൻഡീസ് കേട്ടിട്ടില്ലേ? ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഏഷ്യയുടെ ആ കിഴക്ക് ഭാഗമാണ്, തെക്ക് കിഴക്കൻ ഭാഗത്തെയാണ് നമ്മൾ ഈസ്റ്റ് ഇൻഡീസ് എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കാരണം ഇവിടെ ആദ്യകാലത്ത് അവർ ട്രേഡ് ചെയ്തിരുന്നു, യൂറോപ്യൻസ്. അതുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എന്ന് തന്നെ അവർ രൂപീകരിച്ച കമ്പനികൾ വിളിക്കുന്നത് തന്നെ. ക്ലിയർ? ഇന്തോനേഷ്യ തൊട്ട് ഈ ന്യൂ ഗിനിയ വരെയുള്ള പ്രദേശങ്ങളിൽ, ഈ ദ്വീപുകളിലൊക്കെ ആയിട്ട് വലിയ രീതിയിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഭാഗത്ത് അവർ കച്ചവടം നടത്തിയിരുന്നു യൂറോപ്യന്മാർ. അതുകൊണ്ടാണ് ആ കമ്പനികൾക്കൊക്കെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എന്ന പേര് തന്നെ കൊടുത്തത്. ഇപ്പോൾ ഈസ്റ്റ് ഇൻഡീസിൽ വരുന്ന ഇന്തോനേഷ്യ വരുന്നുണ്ട്, മലൈ പെനിൻസുല വരുന്നുണ്ട്, മലേഷ്യ.
ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. പിന്നെ ന്യൂഗിനിയ. ഇതൊക്കെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ. ഈ ഭാഗത്ത് ലോകത്തിൻ്റെ 1/3 വനമേഖലയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ലോകത്തിൻ്റെ 1/3 വനമേഖലയും സ്ഥിതി ചെയ്യുന്നത് ഈ പറഞ്ഞ ഭൂമധ്യരേഖ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഞാൻ ഈ വരച്ചിരിക്കുന്ന ഭാഗത്താണ് 1/3 വനമേഖലയും സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ലാലങ്ങുകൾ എന്നാൽ എന്ത്? കണ്ടോ, നല്ല അടിപൊളി ചോദ്യങ്ങളാണ്. കാണാൻ തീരെ സാധ്യതയില്ല, കാരണം നിങ്ങൾ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. പുതിയ ടെക്സ്റ്റ് നിങ്ങൾ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ടെക്സ്റ്റിനകത്തൊന്നും ഇല്ലാത്ത, നമ്മുടെ NCERT-ക്കകത്ത് പോലും പരാമർശിക്കാത്ത കുറേ കാര്യങ്ങൾ പുതിയ ടെക്സ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലാലങ്ങൊക്കെ പുതിയ ടെക്സ്റ്റ് വായിച്ചു പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പം നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ലാലങ്ങുകൾ എന്നാൽ എന്ത്? വള്ളിച്ചെടി, നിത്യഹരിത വൃക്ഷം, പരാതസസ്യം, പുൽവർഗ സസ്യം. ഏതാണ് റൈറ്റ് ആൻസർ? നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന നിത്യഹരിത വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? റോസ് വുഡ് അല്ലേ, റോസ് വുഡ്, റോസ് വുഡ്. വേറെ ഏതാ? എബണി. റോസ് വുഡ് ഉണ്ട്, എബണി ഉണ്ട്, എബണി ഉണ്ട്. പിന്നെന്ത് വരുന്നുണ്ട്? സിൻഘോണ, സിൻഘോണ. പിന്നെന്ത് വരുന്നുണ്ട്? മഹാഗണി വരുന്നുണ്ട്, മഹാഗണി അല്ലേ. ഇതൊക്കെ നിത്യഹരിത വൃക്ഷങ്ങളാണ്. നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന നിത്യഹരിത വൃക്ഷങ്ങളായിട്ട് നമുക്ക് പറയാം. എന്നാൽ ലാലങ്ങുകൾ ഇതാണോ? ലാലങ്ങുകൾ ഈ പറഞ്ഞ നിത്യഹരിത വൃക്ഷമാണോ ലാലങ്? അല്ല. ലാലങ് ഒരു പുൽവർഗ സസ്യമാണ് കേട്ടോ. ലാലങ്ങുകൾ എന്ന് പറഞ്ഞാൽ പുൽവർഗ സസ്യങ്ങളാണ്, പുൽവർഗ സസ്യങ്ങൾ. നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പുൽവർഗ സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാലങ്ങുകൾ എന്ന് പറയുന്നത്. നിത്യഹരിത വനങ്ങളിൽ ലിയാനാസ് എന്ന പേരിൽ വള്ളിച്ചെടികളുണ്ട് കേട്ടോ. ലിയാനാസ്, ലിയാനാസ് എന്ന പേരിലുള്ള വള്ളിച്ചെടികൾ എവിടെയുണ്ട്? നിത്യഹരിത വനങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ചോദ്യം വേണമെങ്കിൽ വരാം, നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ലിയാനാസ് എന്ന് പറഞ്ഞാൽ എന്ത്? അത് വള്ളിച്ചെടിയാണ്. നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന നിത്യഹരിത വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? റോസ് വുഡ്, എബണി, സിൻഗോണ, മഹാഗണിയൊക്കെ. നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പുൽവർഗ സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ് ലാലങ്ങൾ. അവരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ്, ആ പുൽവർഗ സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ലാലങ്ങുകൾ. അടിപൊളി. അടുത്ത ചോദ്യം, ഇത് ഒരു നിത്യഹരിത വനത്തിൻ്റെ മരങ്ങളുടെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പാളികൾ അതിന് ഉണ്ട്. ഏറ്റവും താഴ്ന്ന വനങ്ങൾ, ആദ്യം കീഴ്പാളി, അതായത് വലിയ ഉയരമില്ലാത്ത വൃക്ഷങ്ങൾ കാണപ്പെടുന്ന കീഴ്പാളിയുണ്ട്. പിന്നെ അതൊരു 30 അടി വരെ ഉയരത്തിലേക്കാണ് കാണപ്പെടുന്നത്. പിന്നെ 30 തൊട്ട് 60 അടി വരെ പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ 60 അടി വരെയുള്ള ഭാഗത്ത്, 60 അടി വരെയുള്ള ഭാഗത്ത് മധ്യപാളി എന്നറിയപ്പെടുന്ന മരങ്ങളുണ്ട്, കുറച്ചും കൂടി ഉയരമുള്ള മരങ്ങൾ. പിന്നെ അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 150 അടി വരെയൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ ഉപരിപാളി കാണാൻ സാധിക്കും അല്ലേ, ഉപരിപാളി കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ പ്രത്യേകതയാണ്? നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകതയാണ് അല്ലേ. മുകളിൽ ഇതേപോലെ തന്നെ വലിയ വൃക്ഷങ്ങൾ തീർക്കുന്ന കനോപ്പി കാണാൻ സാധിക്കും, അല്ല ആവരണം, മരങ്ങളുടെ ആവരണം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഈ താഴെ ഉള്ള ഭാഗത്തേക്ക് എത്താനുള്ള സാധ്യത നിത്യഹരിത വനങ്ങളിൽ, മഴക്കാടുകളിൽ കുറവാണ്. വള്ളിച്ചെടികൾ, ഇങ്ങനെ ഈ പറഞ്ഞ ഈ ഫ്ലോറിൽ പറ്റി പിടിച്ച് കിടക്കുന്ന വള്ളിച്ചെടികളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരാനുള്ള സാധ്യത ഇവിടെ കുറവാണ്, കാരണം സൂര്യപ്രകാശം അത്രയും താഴേക്ക് കിട്ടുന്നില്ലാത്തത് കൊണ്ട് തന്നെ. ക്ലിയർ? അപ്പോൾ ഇത്രയും ഓർത്തല്ലോ, പഠിച്ചില്ലേ? അടുത്തത്, മലേഷ്യയിൽ കാണപ്പെടുന്ന ബെലുകാർ എന്നാൽ എന്താണ്? മലേഷ്യയിൽ പുതുതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കാർ വല്ലതും ആണോ ബെലുകാർ? ഏതെങ്കിലും ടൊയോട്ട, ഹുണ്ട എന്നൊക്കെ പറയുന്ന പോലെ പുതിയ ഏതെങ്കിലും കാർ കമ്പനിയാണോ ബെലുകാർ? നോക്കി, മലേഷ്യയിൽ കാണപ്പെടുന്ന ബെലുകാർ എന്നാൽ എന്ത്? ഓപ്ഷൻസ് ഉണ്ടോ? സ്ഥാനമാറ്റ കൃഷി, ദ്വിതീയ വനങ്ങൾ, ഗോത്ര വിഭാഗം, കണ്ടൽക്കാടുകൾ. ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാം പുതിയ ചോദ്യങ്ങളാണെന്ന് പറഞ്ഞില്ലേ, ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണെന്ന് പറഞ്ഞില്ലേ. ഇനി ആ ചാപ്റ്റർ നിങ്ങൾ വായിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഞാൻ അതിനകത്തു നിന്നുള്ള എല്ലാ പ്രധാനപ്പെട്ട കണ്ടന്റുകളും ഇവിടെ ചോദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട്, അഡീഷണൽ ഫാക്ട്സ് പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കണ്ടാൽ തന്നെ ആ ഒരു ചാപ്റ്റർ സെറ്റായിരിക്കും. പറഞ്ഞു, എന്താണ് മലേഷ്യയിൽ കാണപ്പെടുന്ന ബെലുകാർ? മലേഷ്യ ഒരു നിത്യഹരിത കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യമാണ് എന്ന് കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചു, മലൈ പെനിൻസുല കാണിച്ചു തന്നല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ദ്വിതീയ വനങ്ങളാണ്. ദ്വിതീയ വനങ്ങൾ, അതായത് ഈ മലേഷ്യയിലൊക്കെ നിത്യഹരിത വനം ഉണ്ടല്ലോ, ഈ നിത്യഹരിത വനം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷിക്ക് വേണ്ടി ഈ മരങ്ങൾ മുഴുവൻ, ഈ വനങ്ങൾ മുഴുവൻ ഇവർ വെട്ടിത്തെളിക്കും. എന്നിട്ട് അതെല്ലാം കൂടെ അവിടെ തന്നെ വെട്ടിക്കൂട്ടിയിട്ട് കത്തിക്കും, ചുട്ടരിക്കും. എന്നിട്ട് അവരവിടെ കൃഷി ചെയ്യും. ആ കൃഷി ചെയ്ത് മാക്സിമം അതിൻ്റെ വിളവ് തീരുന്നിടം വരെ, ആ മണ്ണിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി തീരുന്നിടം വരെ അവർ കൃഷി ചെയ്യും. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇവർ പോകും. ഈ കൃഷിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥാനമാറ്റ കൃഷി. എന്താ വിളിക്കുന്നത്? സ്ഥാനമാറ്റ കൃഷി. സ്ഥാനമാറ്റ കൃഷിക്ക് ശേഷം അവർ കൃഷി ചെയ്ത പ്രദേശം മൊത്തം അവർ വെട്ടിക്കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അവർ പോയില്ലേ, അത് ഉപേക്ഷിക്കപ്പെടും. ആ സ്ഥലം അവിടെ കുറച്ച് കഴിയുമ്പോൾ പുതിയ വനങ്ങളുണ്ടാവും. വനം വെട്ടിത്തെളിച്ചാണ് കൃഷി ചെയ്തത്, കൃഷി വിളവെടുത്തതിന് ശേഷം പിന്നെ അത് ഉപേക്ഷിക്കും അവർ. ആ ഉപേക്ഷിക്കുന്ന കാലഘട്ടത്തിൽ അത് വീണ്ടും വനമായി മാറും. അതായത് പുതുതായിട്ട് രണ്ടാമത് ദ്വിതീയ വനങ്ങൾ അവിടെ രൂപം കൊള്ളും. ആ ദ്വിതീയ വനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെലുകാർ കേട്ടോ. എന്താ വിളിക്കുന്നത്? ബെലുകാർ. സ്ഥാനമാറ്റ കൃഷി ചെയ്യുന്നത് പ്രധാനമായും ഗോത്ര വിഭാഗങ്ങളാണ്, അറിയാമല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥാനമാറ്റ കൃഷി
അല്ലെങ്കിൽ വെട്ടിച്ചൂട്ടി കൃഷിയുടെ ഒരു വകഭേദം ഇന്ത്യയിൽ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെയൊക്കെ ആ ഒരു വടക്ക് ഭാഗത്ത് ഗോത്ര വിഭാഗങ്ങൾ അബോർ, മിഷ്മി പോലെയുള്ള നൈഷി പോലെയുള്ള ഗോത്ര വിഭാഗങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്ഥാനമാറ്റ കൃഷിയുടെ ഒരു വകഭേദം അല്ലെങ്കിൽ വെട്ടിച്ചൂട്ട് കൃഷി എന്ന് തന്നെ വിളിക്കാറുണ്ട്. അതിൻ്റെ ഒരു വകഭേദമുണ്ട് നമുക്കവിടെ. അതിൻ്റെ പേരാണ് ജുമ്മിങ്. കേട്ടിട്ടുണ്ടോ? ജുമ്മിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ജുമ്മിങ് എന്നതിനെ വിളിക്കുന്നത്. ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ മലേഷ്യയിലുമൊക്കെ മലേഷ്യയിലൊക്കെ സ്ഥാനമാറ്റ കൃഷിക്ക് അവർ വിളിക്കുന്ന പേര്, അവിടുത്തെ പേരാണ്, പ്രാദേശികമായിട്ടുള്ള പേരാണ് ലദാങ്. കേട്ടോ, ലദാങ് എന്നാണ് വിളിക്കുന്നത്. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ സ്ഥാനമാറ്റ കൃഷി അറിയപ്പെടുന്നത് ലദാങ് എന്നാണ്. ലദാങ്, LADANG, ലദാങ്. അമേരിക്കയിലും മെക്സിക്കോയിലും ഒക്കെ സ്ഥാനമാറ്റ കൃഷി മിൽപ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മിൽപ്പ. അമേരിക്കയിലും മെക്സിക്കോയിലും ഒക്കെ സ്ഥാനമാറ്റ കൃഷി മിൽപ്പ എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥാനമാറ്റ കൃഷി അല്ലെങ്കിൽ വെട്ടിച്ചൂട്ട് കൃഷിയുടെ ഒക്കെ ഒരു വകഭേദം ഇന്ത്യയിലുണ്ട്. വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലുള്ള ഗോത്ര വിഭാഗങ്ങൾ അത് ജുമ്മിങ് കൃഷി എന്നറിയപ്പെടുന്നു. ഇനി ഇന്തോനേഷ്യയിലും മലേഷ്യയിലും സ്ഥാനമാറ്റ കൃഷി ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ കേട്ടോ. സ്ഥാനമാറ്റ കൃഷി ലദാങ് എന്നാണ് അറിയപ്പെടുന്നത്. ലദാങ് കേട്ടോ, ലദാങ് മറക്കരുത്. ഇത് ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു തവണ എങ്ങാണ്ട് ഇത് ചോദിച്ചിട്ടുള്ളൂ. ഏതോ ഒരു എക്സാമിന് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. 3 അമേരിക്കയിലും മെക്സിക്കോയിലും ഒക്കെ സ്ഥാനമാറ്റ കൃഷി മിൽപ്പ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. മിൽപ്പ. അപ്പോൾ വലിയ കാർ മറക്കരുത്. പുതിയ കാറൊന്നുമല്ല, ദ്വിതീയ വനങ്ങളാണ്. സ്ഥാനമാറ്റ കൃഷി ചെയ്ത ഉപേക്ഷിച്ച സ്ഥലങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നു? സ്വയമേ പ്രകൃതിദത്തമായിട്ട് അവിടെ പുതിയ വനങ്ങൾ ഉണ്ടാകുന്നു. ആ ദ്വിതീയ വനങ്ങളെയാണ് ബെലുക്കാർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, പിഗ്മികൾ എന്ന ഗോത്രവിഭാഗം വസിക്കുന്നത് എവിടെയാണ്? ആഫ്രിക്ക, ആമസോൺ, മലേഷ്യ, ഇന്തോനേഷ്യ. എവിടെയാണ് പിഗ്മികൾ എന്ന ഗോത്രവിഭാഗം വസിക്കുന്നത്? നോക്കിയേ, നമ്മുടെ നിത്യഹരിത വനങ്ങളിൽ, മഴക്കാടുകളിലൊക്കെ ധാരാളം ഗോത്രവിഭാഗങ്ങൾ വസിക്കുന്നുണ്ട്. വനങ്ങളിൽ വസിക്കുന്ന ഗോത്രവിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഗോത്രവിഭാഗങ്ങൾ പല സ്ഥലങ്ങൾ ഇങ്ങനെ മാറിയാണ് താമസിക്കുന്നത്. ഒരിടത്ത് അവർ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അപ്പോൾ ആഫ്രിക്കയിൽ ഉള്ള ഒരു പ്രത്യേകതരം ഗോത്രവിഭാഗമാണ് ഈ പിഗ്മി എന്നറിയപ്പെടുന്നത്. വളരെ കുറിയ മനുഷ്യരാണ്, ഉയരം കുറഞ്ഞ മനുഷ്യരാണ്. കായികനികളൊക്കെ കൃഷി ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ പറിച്ചെടുത്ത കുറേ പേര് ഹണ്ടിങ് എന്ന തൊഴിലിൽ ഏർപ്പെട്ടവരുണ്ട്. അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്ത് വനത്തിൽ മാത്രം, പുറത്തുള്ള സിവിലൈസേഷനുമായിട്ടൊന്നും യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ വളരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ഗോത്രവിഭാഗമാണ് പിഗ്മികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ സെൻറ്റിനലീസ് എന്നൊക്കെ പറയത്തില്ല. ആൻഡമാൻ നിക്കോബാറിൽ ഇതേപോലെ ആൻഡമാൻ നിക്കോബാർ അറിയാമല്ലോ, മഴക്കാടാണ്, നിത്യഹരിതവനമാണ് ആ മേഖല മുഴുവൻ. അപ്പോൾ അവിടെ നോർത്ത് സെൻറ്റിനൽ ദ്വീപിൽ സെൻറ്റിനലീസ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവിഭാഗമുണ്ട്. കേട്ടിട്ടുണ്ടോ അവരെ പറ്റി? സെൻറ്റിനലീസ്. പുറത്തുള്ള ആളുകളുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതെ ഏകദേശം 60,000 വർഷമായിട്ട് അൺകോണ്ടാക്റ്റഡ് ആയിട്ടാണ് സെൻറ്റിനലീസ് ജീവിക്കുന്നത് തന്നെ. പുറത്തുനിന്നുള്ള ഹ്യൂമൻ ഇൻ്റർവെൻഷൻ അവിടെ ഉണ്ടാവാനായിട്ട് അവർ അനുവദിക്കാറില്ല ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റിലുമുള്ള പ്രദേശത്ത് ആരും പ്രവേശിക്കരുതെന്നുള്ള കർശന നിർദ്ദേശവും ഇന്ത്യൻ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചവർക്കൊക്കെ അപകടമുണ്ടായതായിട്ടുള്ള വാർത്തയും കേട്ടിട്ടുണ്ട്. 2018 മറ്റോ ആണ് ഒരു അമേരിക്കൻ, ജോൺ അലൻ എന്നറിയപ്പെടുന്ന ഒരു അമേരിക്കൻ അവിടെ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. അവർ കൊല്ലുവാണ് ചെയ്തത്. ഇവരെ കുന്തം കൊണ്ടൊക്കെ ആക്രമിച്ചാണ് കൊല്ലുന്നത്, അമ്പ് ഇതൊക്കെയാണ് കൊല്ലുന്നത്. ഹെലികോപ്റ്ററിലൊക്കെ ഭക്ഷണം അവർക്ക് കൊടുക്കാനായിട്ട് പോകാറുണ്ട്. ആ സമയത്തൊക്കെ ഇവർ ഹെലികോപ്റ്ററിനെ പോലും ആക്രമിക്കാറുണ്ട്. ഈ സെൻറ്റിനൽ ഗോത്രവിഭാഗത്തുള്ളവർ അൺകോണ്ടാക്റ്റഡ് ഏകദേശം 60,000 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പൂർവികർ അവിടെ വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അവർ അവിടുന്ന് വേറെ എവിടെയും പോയിട്ടില്ല, അങ്ങോട്ടേക്ക് വേറെ ആരെയും വരാനായിട്ടും അവരെ അനുവദിച്ചിട്ടില്ല. വളരെ മനസമാധാനമുള്ള ഒരു ജീവിതം അവരങ്ങനെ പോകുന്നു. വളരെ കുറച്ച് പേര് മാത്രമുള്ളൂ അവിടെ. നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ രോഗങ്ങളുണ്ടാവുന്നു. വൈറസ് പോലെയുള്ള മാരകമായിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ അവരുടെ ദേഹത്തേക്ക് എത്തുമെന്നും നമ്മുടെയൊക്കെ ശരീരത്തുള്ള, നമ്മളൊക്കെ ഇമ്മ്യൂൺഡാണല്ലോ, പല വാക്സിൻസും ഒക്കെ എടുത്ത്, അവർക്ക് അങ്ങനെ ഇമ്മ്യൂണിറ്റി ഇല്ല. സോ അവർ ആ ഗോത്രം മൊത്തത്തിൽ ഇല്ലാണ്ടായി പോകുന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള കോണ്ടാക്റ്റിന് അനുവദിക്കാറില്ല. അപ്പോൾ പിഗ്മികൾ ആഫ്രിക്കയിലാണ്. ആമസോണിൽ ഇന്ത്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ എന്നൊരു ഗോത്ര വിഭാഗമുണ്ട്. ആമസോൺ വനത്തിൽ ഇന്ത്യൻ എന്ന പേരിൽ ഒരു ഗോത്ര വിഭാഗമുണ്ട് കേട്ടോ. ആമസോൺ തടത്തിൽ, അതായത് നിത്യഹരിതവനമായ ആമസോൺ തടത്തിൽ ഇന്ത്യൻ എന്നറിയപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗം വസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മലോക എന്നാൽ എന്ത് അല്ലെങ്കിൽ ആര്? ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മലോക, നല്ലൊരു നോക്കി, എല്ലാം പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് അല്ലേ. മലോക എന്താണ്? ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മലോക അല്ലെങ്കിൽ ആരാണ് ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മലോക? അവിടുത്തെ സസ്യങ്ങളാണോ, ഭക്ഷണമാണോ, പാർപ്പിടമാണോ, ഗ്രാമങ്ങളാണോ? എന്താണ് ഈ മലോക എന്നറിയപ്പെടുന്നത്? ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന പാർപ്പിടങ്ങളാണ്. ഇങ്ങനെ കുത്തനെ ചെരിഞ്ഞുള്ള മേൽക്കൂരയുള്ള പാർപ്പിടങ്ങളെയാണ്, മേൽക്കൂരയുള്ള പാർപ്പിടങ്ങളെയാണ് കണ്ടോ, ഇങ്ങനെ കുത്തനെ ചെരിവുള്ള മേൽക്കൂരയുള്ള പാർപ്പിടങ്ങളെയാണ് അവരെന്ത് വിളിക്കുന്നത്? ഈ മലോക എന്ന് വിളിക്കുന്നത് കേട്ടോ, മലോക. അതുപോലെ തന്നെ ഈ മലേഷ്യയിലൊക്കെ ഉള്ള ചില ഗ്രാമങ്ങളുണ്ട്. മലേഷ്യ നമുക്കറിയാലോ, ഈ നിത്യഹരിത വനം
വരുന്ന ഒരു മേഖലയാണ് മലേഷ്യ. മലേഷ്യയിലുള്ള ചില ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളെ ക്യാമ്പോങ്സ് എന്ന് വിളിക്കാറുണ്ട്. മലേഷ്യയിലെ നിത്യഹരിത വനങ്ങളിലുള്ള ചില ഗ്രാമങ്ങൾ, മലേഷ്യയിലെ നിത്യഹരിത വനങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ ചില ഗ്രാമങ്ങൾ ക്യാമ്പോങ്സ് എന്നറിയപ്പെടുന്നു. ക്യാമ്പോങ്സ് കേട്ടോ, ക്യാമ്പോങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മലോഗ എന്ന് പറഞ്ഞാൽ ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന അവരുടെ വീടുകളാണ്. മേൽക്കൂര അല്ലേ, കുത്തനെ ചെരിഞ്ഞ മേൽക്കൂരകൾ ഉള്ള വീടുകളെയാണ് മലോക എന്ന് വിളിക്കുന്നത്. 6 ചോദ്യങ്ങളായിട്ടുണ്ട്. എത്ര ശരിയായി? 7ാമത്തെ ചോദ്യം, മഴക്കാടുകളിൽ കാണപ്പെടുന്ന നിദ്രാരോഗം, സ്ലീപ്പിംഗ് സിക്നസ്, അത് പകരുന്നത് എന്തിൽ നിന്നാണ്? ഈ പറഞ്ഞ നിദ്രാരോഗം ഉണ്ടാകുന്ന എന്തിൽ നിന്നാണ്? പനിയിൽ തുടങ്ങി തലവേദന, ഛർദി തുടങ്ങി നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന ഒരു രോഗമാണ് ഈ നിദ്രാരോഗം എന്ന് പറയുന്നത്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് അത് ബാധിക്കുന്നത്. നെർവസ് സിസ്റ്റത്തെ മൊത്തത്തിൽ അത് കംപ്ലൈൻ്റ് ആക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു. മെയിനായിട്ടുള്ള പ്രശ്നം അതാണ്. നമുക്കൊക്കെ നിദ്രാരോഗം ഉണ്ടോ എന്ന് ആലോചിച്ചോണം ഇടയ്ക്ക് കേട്ടോ. നമുക്കൊന്നും വരത്തില്ല. കാരണം നിത്യഹരിത വനങ്ങളിൽ, മഴക്കാടുകളിലൊക്കെയാണ് ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആരാണിത് പകർത്തുന്നത്? വവ്വാലാണോ, കുരങ്ങാണോ, കൊതുകാണോ, ഈച്ചകളാണോ? ആരാ ഇത് പരത്തുന്നത് അറിയാമോ? അത് പരത്തുന്നത് ഈച്ചകളാണ് കേട്ടോ. ഈച്ചകൾ സെസെ എന്നറിയപ്പെടുന്ന, എഴുതുന്നുണ്ടോ? ടി സൈലൻ്റ് ആണ്. സെസെ എന്നൊരു പ്രത്യേകതരം ഈച്ചയാണ്. നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന സെസെ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഈച്ചയാണ് ഈ നിദ്രാരോഗം പരത്തുന്നത്. ഈ നമ്മുടെ മഴക്കാടുകളിൽ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങളിൽ കൊതുക് പരത്തുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് യെല്ലോ ഫീവർ കേട്ടോ. ഈഡിസ് കൊതുകുകളാണ് ഈ പറഞ്ഞ രോഗം നിത്യഹരിത വനങ്ങളിൽ, മഴക്കാടുകളിൽ പകർത്തുന്നത് കേട്ടോ. പരത്തുന്നത് ആരാണ്? ഈ കൊതുകാണ്. ഈഡിസ് കൊതുകാണ്. ക്ലിയർ? അപ്പം മറന്നു പോകരുത്. സ്ലീപ്പിംഗ് സിക്നസ്സും നിദ്രാരോഗവും സെസയും തമ്മിലുള്ള ബന്ധം മറന്നു പോകരുത്. 8ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ പട്ടണമായ സ്വാൽബാർഡ് ദ്വീപസമൂഹത്തിലെ ലോങ് ഇയർ ബെൻ കണ്ടോ, ലോങ് ഇയർ ബെൻ എന്നാണ്. അതിനകത്ത് ചെറിയൊരു ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷിൽ എഴുതാം. ലോങ് ഇയർ ബെൻ കേട്ടോ. സ്വാൽബാർഡ് എന്ന് പറയുന്ന ദ്വീപസമൂഹത്തിലാണ് ലോങ് ഇയർ ബെൻ ഉള്ളത്. സ്വാൽബാർഡ് എന്നറിയപ്പെടുന്ന ദ്വീപസമൂഹത്തിലാണ് ലോങ് ഇയർ ബെൻ ഉള്ളത്. ഈ ദ്വീപസമൂഹം ഉള്ളത് ആർട്ടിക് സമുദ്രത്തിലാണ്. സ്വാൽബാർഡ് എന്ന് പറയുന്ന ദ്വീപസമൂഹം ഉള്ളത് ആർട്ടിക് സമുദ്രത്തിലാണ്. അവിടുത്തെ ഒരു ഖനന പട്ടണമാണ് ഈ പറഞ്ഞ ലോങ് ഇയർ ബെൻ. നമ്മുടെ പുതിയ SCERT ടെക്സ്റ്റ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ പട്ടണമാണ്. ഇനി നമ്മൾ അങ്ങനെ പഠിക്കേണ്ടത്, കാരണം പുസ്തകത്തിൽ വലിയൊരു ബോക്സിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലോങ് ഇയർ ബെൻ ഇത് ഏത് രാജ്യത്തിൻ്റെ കൺട്രോളിലാണ് ലോങ് ഇയർ ബെൻ വരുന്നത്? അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഏത് രാജ്യത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നോർവേ ആണോ, സ്വീഡൻ ആണോ, ഡെൻമാർക്ക് ആണോ, ഐസ്ലൻഡ് ആണോ? എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ലോങ് ഇയർ ബെൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇത് നോർവേയുടെ ഭാഗമാണ്. ആർട്ടിക് സമുദ്രത്തിലാണ്. ഇത് നോർവേയുടെ ഭാഗമാണ് കേട്ടോ. ആർട്ടിക് സമുദ്രത്തിലാണ്, നോർവേയുടെ ഭാഗമാണ് ലോങ് ഇയർ ബെൻ. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത, ലോങ് ഇയർ ബെൻ എന്ന് പറയുന്ന ഈ പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നവംബർ പകുതി തൊട്ട് ജനുവരി അവസാനിക്കുന്നതിനും വരെ സൂര്യപ്രകാശം ഇല്ല. ധ്രുവരാത്രി എന്നതിനെ വിളിക്കുന്നത്. ഈ രാത്രികളിൽ എന്ത് കാണാൻ സാധിക്കും? ധ്രുവദീപ്തി കാണാൻ സാധിക്കും. അതായത് ബഹുവർണ്ണ നിറത്തിലുള്ള ആകാശം. അതേപോലെ തന്നെ ആ ആകാശത്തിൻ്റെ കളർ തന്നെ, ആകാശത്തിൽ വരുന്ന കളർ തന്നെ അവിടുത്തെ മഞ്ഞ് പുതച്ച മലനിരകൾക്കും കാണാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അറോറ എന്ന് കേട്ടിട്ടുണ്ട്. ധ്രുവദീപ്തി കാണാൻ പറ്റുന്ന ഒരു നഗരമാണ് ലോങ് ഇയർ ബെൻ. അറിയാമല്ലോ നമുക്ക് ഈ ധ്രുവ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ പോൾസിൽ, ധ്രുവങ്ങളിൽ 6 മാസം രാത്രി 6 മാസം പകലുമാണ്. അപ്പോൾ ധ്രുവങ്ങളോടടുത്ത് വരുന്നിടത്ത് ചിലപ്പോൾ 2, 3, 4 മാസം രാത്രികൾ മാത്രമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ലോങ് ഇയർ ബെൻ അങ്ങനത്തെ ഒരു നഗരമാണ്. അവിടെ 3 മാസം പകലില്ല. ഓക്കെ, ഒരു നവംബർ അവസാനം തൊട്ട് പകുതി തൊട്ട് ഒരു ജനുവരി അവസാനം വരെ അവർക്ക് പകലില്ല, മുഴുവൻ രാത്രിയാണ്. ധ്രുവരാത്രി എന്നാണ് ഈ സമയത്തെ വിളിക്കുന്നത്. ധ്രുവദീപ്തി കാണാൻ സാധിക്കും, അറോറ കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകൾ, വിസിറ്റേഴ്സ് അവിടെ പോകാറുണ്ട്, ഇത് കാണാനായിട്ട് ഇങ്ങോട്ട് പോകാറുണ്ട്. ഇനി അതുമാത്രമല്ല, സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, അതുപോലെ തന്നെ നോർവേ, ഡെൻമാർക്ക്, സ്വീഡനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ പറഞ്ഞ അറോറ കാണാൻ സാധിക്കും. നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു സയൻസ് എന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ? സൂര്യപ്രകാശം, പ്രത്യേകിച്ച് സോളാർ വിൻഡ്, സൗരക്കാറ്റടിക്കുന്ന സമയത്ത് അതിനകത്തുള്ള പാർട്ടിക്കിൾസ്, ആ ഒരു എനർജി പാർട്ടിക്കിൾസ് അയോണുകളുമായിട്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ള അയോൺസുമായിട്ട് കൂട്ടിയിടിച്ചുണ്ടാകുന്ന ഒരു പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഇലക്ട്രോണുകളുമായിട്ടും അയോണുകളൊക്കെ ആയിട്ടും കൂട്ടിയിടിച്ചുണ്ടാകുന്ന ഒരു പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഏത്? ഈ കളർ അല്ലെങ്കിൽ ഈ അറോറ എന്ന് പറയുന്നത് കേട്ടോ. 9ാമത്തെ ചോദ്യം, ടണ്ട്ര എന്ന് വേണ്ട, ടണ്ട്ര എന്ന് മതി കേട്ടോ. ടണ്ട്ര എഴുതുന്നത് TUNDRA എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ടണ്ട്ര എന്ന് തന്നെയാണ്. തുന്ദ്ര എന്നൊക്കെ ചില പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. ടണ്ട്ര എന്നാണ് പുതിയ ടെക്സ്റ്റിനകത്തുള്ളത്. ടണ്ട്ര മേഖല വ്യാപിച്ചിട്ടില്ലാത്ത വൻകര ഏത്? അപ്പോൾ എന്താണ് ടണ്ട്ര മേഖല എന്ന് കാണണ്ടേ? ടണ്ട്ര മേഖല എന്താണ് കാണണ്ടേ? ടണ്ട്ര മേഖല ഇവിടെ ഈ ബ്രൗൺ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന പ്രദേശമാണ്. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള മഞ്ഞ് പൂർണ്ണമായിട്ടും
പെർമനൻ്റ്ലി മഞ്ഞ് പുതച്ച് കിടക്കുന്ന പ്രദേശങ്ങളെയാണ് ഈ ടണ്ട്ര എന്ന് വിളിക്കുന്നത്. ടണ്ട്ര എന്ന മേഖലയ്ക്ക് തൊട്ട് താഴെയായിട്ട് അതിനേക്കാൾ കുറച്ചും കൂടെ തണുപ്പ് കുറഞ്ഞ ടൈഗ എന്നൊരു മേഖലയുണ്ട് കേട്ടോ. അതിനേക്കാൾ കുറച്ചും കൂടെ തണുപ്പ് കുറഞ്ഞ ടൈഗ എന്നൊരു മേഖലയുണ്ട്. അപ്പോൾ ടൈഗ മേഖലയുടെ വടക്ക് ഭാഗത്താണ് ടണ്ട്ര ഉള്ളത്. ടണ്ട്രയാണ് ഏറ്റവും തണുപ്പുള്ള ഭാഗം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അത് നിങ്ങൾ ഈ കാണുന്നത് ആർട്ടിക് ടണ്ട്ര എന്ന സ്ഥലമാണ്. ആർട്ടിക് ടണ്ട്ര എന്ന് വെച്ചാൽ ആർട്ടിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞ് പുതച്ച് കിടക്കുന്ന സ്ഥലങ്ങളെയാണ് ആർട്ടിക് ടണ്ട്ര എന്ന് വിളിക്കുന്നത്. അതുപോലെ ആൽപൈൻ ടണ്ട്രയുണ്ട്. ആൽപൈൻ ടണ്ട്ര എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഉയരമുള്ള പർവ്വതങ്ങൾക്ക് മുകളിൽ, ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് ഉയരമുള്ള പർവ്വതങ്ങൾക്ക് മുകളിൽ മഞ്ഞ് മൂടി കിടക്കാറുണ്ട്, മഞ്ഞ് പുതച്ച് കിടക്കാറുണ്ട്. ആ ഒരു കാലാവസ്ഥയാണ് ആൽപൈൻ ടണ്ട്ര എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് ആർട്ടിക് ടണ്ട്ര. ആർട്ടിക് ടണ്ട്ര എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വടക്കേ അമേരിക്കയിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആർട്ടിക് ടണ്ട്ര എവിടെയുണ്ട്? വടക്കേ അമേരിക്കയിലുണ്ട്. കണ്ടില്ലേ? വടക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗം, അതായത് കാനഡയ്ക്ക് വടക്കോട്ടുള്ള ഭാഗം മുഴുവൻ ഈ ആർട്ടിക് ടണ്ട്രയുണ്ട്. പിന്നെ ഇവിടെ ഗ്രീൻലാൻഡ് ഉണ്ട്. ഗ്രീൻലാൻഡ് ഉണ്ടോ? ഗ്രീൻലാൻഡ് ഉണ്ട്. ഐസ്ലൻഡിലുണ്ട്. ഐസ്ലൻഡ്. പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്. സ്കാൻഡിനേവിയൻ, ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ, അവിടെയൊക്കെ ഉണ്ട്. പിന്നെ സൈബീരിയ, റഷ്യയുടെ വടക്ക് ഭാഗം, ഏഷ്യയുടെ വടക്ക് ഭാഗം, സൈബീരിയ, ഇത്രയും ഭാഗത്ത് എന്തുണ്ട്? ഈ പറഞ്ഞ ആർട്ടിക് ടണ്ട്ര വ്യാപിച്ചു കിടക്കുന്നു. അത് വ്യാപിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ പൂർണ്ണമായും പെർമനൻ്റ്ലി പെർമാഫ്രോസ്റ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. പെർമാഫ്രോസ്റ്റ്, പെർമനൻ്റ്ലി ഫ്രോസൺ. അങ്ങനെ വ്യാപിച്ചിട്ടില്ലാത്ത വൻകര ഏതെന്നാണ് ചോദ്യം. വടക്കേ അമേരിക്ക ഓൾറെഡി ഉണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞു. വടക്കേ അമേരിക്കയിൽ അലാസ്ക വരുന്നുണ്ട്, കാനഡയുടെ വടക്ക് ഭാഗമൊക്കെ വരുന്നുണ്ട്. സോ അതുണ്ട്. യൂറോപ്പുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ യൂറോപ്പുണ്ട് അല്ലേ. പിന്നെ തെക്കേ അമേരിക്ക ഉണ്ടോ? തെക്കേ അമേരിക്ക ഇല്ല അല്ലേ. തെക്കേ അമേരിക്ക ഇല്ല. ഏഷ്യ ഉണ്ടോ? ഉണ്ട്. സൈബീരിയ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഏഷ്യ ഉണ്ട്. സൈബീരിയ വരുന്നതുകൊണ്ട് ഏഷ്യ ഉണ്ട്. സോ അത് വ്യാപിച്ചിട്ടില്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്കയാണ്. റൈറ്റ് ആൻസർ തെക്കേ അമേരിക്കയാണ് കേട്ടോ. ടണ്ട്ര എന്ന ഭാഗം, അതായത് മഞ്ഞ് പുതച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ വ്യാപിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഫ്രോസൺ, വല്ലപ്പോഴും മഞ്ഞ് പെയ്യുന്ന സ്ഥലമൊന്നല്ല, പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള പ്രദേശങ്ങൾ ഇല്ലാത്ത മേഖലയായിട്ട് പരിഗണിക്കുന്നത് ഏതാണ്? തെക്കേ അമേരിക്ക കേട്ടോ. തെക്കേ അമേരിക്കയാണ് അതില്ലാത്ത കേട്ടോ. ഈ പറഞ്ഞ ടണ്ട്ര മേഖല ഇല്ലാത്ത പ്രദേശമായിട്ട് പരിഗണിക്കാൻ സാധിക്കുന്നത് ഈ ചിത്രത്തിൽ നിന്ന്. ഇനി ടണ്ട്ര മേഖലയുടെ സ്ഥാനം തിരിച്ചറിഞ്ഞില്ല. ഇനി ടണ്ട്ര മേഖല ഏതൊക്കെ വൻകരകളായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് എന്ന് ചൂടെ പട്ടിക പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. സൈബീരിയ അറിയാമല്ലോ. സൈബീരിയ നമ്മുടെ വടക്ക്, റഷ്യയുടെ വടക്കാണ്. റഷ്യ അത് ഏഷ്യൻ ഭാഗത്താണ് വരുന്നത്, യൂറോപ്യൻ ഭാഗത്തല്ല വരുന്നത് സൈബീരിയ. പിന്നെ ഗ്രീൻലൻഡ് ഉണ്ട്. ഗ്രീൻലൻഡ് വടക്കേ അമേരിക്കൻ പ്ലേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണല്ലോ ഗ്രീൻലൻഡ്. മുഴുവൻ സമയം മഞ്ഞ് മൂടപ്പെട്ട ഒരു ദ്വീപാണ് ഗ്രീൻലൻഡ് എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കൻ പ്ലേറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കൾച്ചറലി, പൊളിറ്റിക്കലി അത് യൂറോപ്പിൻ്റെ ഭാഗമാണ്. കാരണം ഡെൻമാർക്കിൻ്റെ കൺട്രോളിലാണ് ഗ്രീൻലൻഡ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ യൂറോപ്പിൻ്റെയും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് നമുക്ക് പറയാം. അമേരിക്കൻ ഏത് കോണ്ടിനെൻറ്റിലാണ് എന്ന് ചോദിച്ചാൽ നോർത്ത് അമേരിക്കൻ പ്ലേറ്റിലാണ് എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കൻ ജോഗ്രഫിക്കലി നോക്കിയാൽ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റാണ്. പൊളിറ്റിക്കലി അതുപോലെ തന്നെ കൾച്ചറലി നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലാണ് ആര്? ഗ്രീൻലൻഡ്. ഐസ്ലൻഡ് നമുക്കറിയാം യൂറോപ്പിലാണ്. നോർത്ത് അമേരിക്കൻ പ്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ യൂറേഷ്യൻ പ്ലേറ്റിൻ്റെയും ഇടയിലാണ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൻ്റെ കടലിന് മുകളിലേക്കുള്ള ഭാഗമാണ് ഐസ്ലൻഡ് എന്ന് പറയുന്നത്. സോ യൂറോപ്യൻ ഭൂഖണ്ഡം വരുന്നുണ്ട്. പിന്നെ വടക്കൻ സ്കാൻഡിനേവിയ യൂറോപ്പാണ്, യൂറോപ്യൻ കോണ്ടിനെൻ്റാണ്. വടക്കൻ കാനഡ നോർത്ത് അമേരിക്കയാണ്. അലാസ്ക അറിയാമല്ലോ, അലാസ്ക നോർത്ത് അമേരിക്കയാണ്. സോ എവിടാണ് ഇതില്ലാത്തത് എന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്ക. നമ്മൾ കണ്ടു, ചോദ്യം കണ്ടു. ഇനി അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. ഇതുണ്ടോ? ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യപ്രകാശം നേരിട്ട്, അല്ലെങ്കിൽ സൂര്യൻ്റെ നേർരേഖയിലുള്ള പ്രകാശരശ്മികൾ എങ്ങോട്ട് പതിക്കും? ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഇതുണ്ടോ? ഈ ആർട്ടിക് മേഖല ഉണ്ടോ? വടക്ക് ആർട്ടിക് മേഖല പൂർണ്ണമായിട്ട് ഇരുട്ടിലേക്ക് മാറും. ഞാനതാ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നത്. എന്നാൽ ഒരു മാർച്ചിന് ശേഷമുള്ള മാർച്ച് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു സമയത്തേക്കൊക്കെ സൂര്യപ്രകാശം ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് കേന്ദ്രീകരിക്കും ഉണ്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഈ നേരത്തെ ഇരുട്ടായിരുന്നു, പൂർണ്ണ സമയത്തും ഇരുട്ടായിരുന്നു, അല്ലെങ്കിൽ ഫുൾ സമയത്ത് ഇരുട്ടായിരുന്നു പറഞ്ഞ പ്രദേശങ്ങളൊക്കെ മൊത്തത്തിൽ എന്താവും? പകലാവും. അവർക്ക് പിന്നെ ഇരുട്ടില്ല ഈ ഒരു സമയത്ത് ഉണ്ടോ. ഈ ഒരു സമയത്ത് അവർക്ക് ഇരുട്ടില്ല, മുഴുവൻ വെളിച്ചമാണ്, പകലാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അവർക്ക് മൊത്തത്തിൽ ഇരുട്ടാണ്. അതാണ് ഈ ധ്രുവപ്രദേശങ്ങളുടെ ഒരു പ്രശ്നം. അടുത്ത 10ാമത്തെ ചോദ്യം. സമോയിഡ്സ് എന്ന ഗോത്ര വിഭാഗങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? സമോയിഡ്സ് എന്ന ഗോത്ര വിഭാഗങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മഞ്ഞ് മൂടപ്പെട്ട പ്രദേശങ്ങളിലെ ഒരു ഗോത്രമാണ് സമോയിഡ്സ്. അവരെവിടെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഗ്രീൻലൻഡ്, സൈബീരിയ, ഫിൻലൻഡ്, അലാസ്ക. പറഞ്ഞു, ഗ്രീൻലൻഡ്, സൈബീരിയ, ഫിൻലൻഡ്, അലാസ്ക. ഇവിടെ കുറച്ചധികം ഗോത്ര വിഭാഗങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഇത് നോക്കി, ഗ്രീൻലൻഡ്, വടക്കൻ കാനഡ, അലാസ്ക. ഏതൊക്കെയാ? ഗ്രീൻലൻഡ്, വടക്കൻ കാനഡ, അതുപോലെ തന്നെ അലാസ്ക. അവിടെ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളെ എസ്കിമോസ് അല്ലെങ്കിൽ ഇനൂട്ടുകൾ എന്ന് വിളിക്കുന്നു. ഇനൂട്ടുകൾ അവരുടെ വീടുകളുടെ പേര് കേട്ടിട്ടില്ല. ഇഗ്ലു എന്നാണ് അവരുടെ പേര്. ഇഗ്ലു ഇങ്ങനെ ഒരു
ബേസ് റൗണ്ട് ഷേപ്പാണ്, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ മകുട ആകൃതിയിലാണ്, മഞ്ഞുകൊണ്ട് തന്നെയാണ്, മഞ്ഞുകട്ടകൾ കൊണ്ടാണ് അവർ ആ വീട് അവർ നിർമ്മിക്കുന്നത്. ഇഗ്ലു എന്നാണ് വിളിക്കുന്നത്. ഇനി വടക്കൻ ഫിൻലാൻഡ്, സ്കാൻഡിനേവിയ, ഇവിടുത്തെ മഞ്ഞ് പുതച്ച പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗങ്ങളാണ് ലാപ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചോദ്യം, സൈബീരിയയിൽ ഉള്ള ഗോത്രവിഭാഗങ്ങളാണ് സമോയിഡ്സ്. കേട്ടോ, ഉത്തരം കിട്ടിയില്ലേ? ഏതാണ് ആൻസർ? റൈറ്റ് ആൻസർ ഏതാണ്? സമോയിഡ്സ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ സൈബീരിയ. സൈബീരിയ എന്ന പ്രദേശത്ത് താമസിക്കുന്ന, മഞ്ഞ് പുതച്ച സൈബീരിയയിൽ താമസിക്കുന്ന, മഞ്ഞിൽ ജീവിക്കുന്ന ഗോത്രവിഭാഗങ്ങളാണ് ആര്? സമോയിഡ്സ് എന്നറിയപ്പെടുന്നത്. ലെനാ തടം, റഷ്യയിലാണ് ലെനാ റിവർ. റഷ്യയിലുള്ള ലെനാ തടത്തിലുള്ള ഗോത്രവിഭാഗങ്ങളാണ് യാക്കൂട്ട്സ് എന്ന് വിളിക്കുന്നത്. യാക്കൂട്ടിയ എന്ന പ്രദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, യൂട്യൂബിലുണ്ട്. യാക്കൂട്ടിയുടെ ഒരു ഡോക്യുമെൻ്ററി കിടപ്പുണ്ട്. -40, -50, -60 അടുത്ത താമസില്ല. അവിടെ ആളുകൾ വസിക്കുന്നുണ്ട്, അവർ പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്, അവരവിടെ ജീവിക്കുന്നുണ്ട്. മുഴുവൻ സമയവും മഞ്ഞ് മൂടപ്പെട്ട ആ ഒരു നഗരത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അവരെങ്ങനെ അവിടെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു ചിത്രം, ഒരു ഡോക്യുമെൻ്ററി, യാക്കൂട്ടിയ എന്ന് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ അടിപൊളി ഒരു ഡോക്യുമെൻ്ററിയാണ്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ജനിച്ച സ്ഥലം അത്രയും എന്താണ്, സമാധാനമുള്ള, സന്തോഷമുള്ള, സൗഭാഗ്യകരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഭൂമിയിലെ, അല്ലേ? ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ട രണ്ട് കൂട്ടരും, നിത്യഹരിത വനങ്ങളിൽ താമസിക്കുന്നവരായാലും ഈ മഞ്ഞ് പുതച്ച സ്ഥലങ്ങളിൽ താമസിക്കുന്നവരായാലും അവരുടെ ജീവിതം എത്ര ദുഷ്കരമാണ്, അവരെന്തുമാത്രം സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തെ പറ്റിയോ നമ്മുടെ നാടിനെ പറ്റിയോ ഉള്ള വില നമുക്കറിയത്തില്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. വിദേശങ്ങളിലൊക്കെ പഠിക്കാൻ പോയ ആളുകൾ, നമ്മുടെ തന്നെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അവിടുത്തെ തണുപ്പിനെ പറ്റിയും അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നതിനെ പറ്റിയും അവിടുത്തെ സർവൈവലിനെ പറ്റിയൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. വി ആർ വെരി ലക്കി പീപ്പിൾ. അത് മനസ്സിലാക്കുക. ഇനി വടക്കിഴക്കൻ ഏഷ്യ ജീവിക്കുന്ന ഗോത്രവിഭാഗങ്ങളാണ് കൊറിയാക്സ്, അതുപോലെ തന്നെ ചുക്ചി. കേട്ടോ, കൊറിയാക്സ്, ചുക്ചി എവിടെയാണ്? വടക്കിഴക്കൻ ഏഷ്യയിൽ ജീവിക്കുന്ന ഗോത്രവിഭാഗങ്ങളാണ് കൊറിയാക്സും ചുക്ചിയൊക്കെ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. നല്ല 10 ചോദ്യങ്ങൾ കൊണ്ടുവന്ന് എത്ര ശരിയാക്കിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് വർക്കായെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്കിനിയും ഇതേപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വരാം. എല്ലാവർക്കും അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.